റാഫി സാറിൻ്റെയും എഗെയിൻ ഞാനും പറയുകയാണ്, റാഫി സാറിൻ്റെ മൂവീസൊക്കെ നമ്മൾ ക്യാരക്ടേഴ്സൊക്കെ ഒരുപാട് കണ്ട് ചിരിച്ചും ആസ്വദിച്ചിട്ടുള്ളൊരു കുട്ടിയാണ് ഞാനും. അതുപോലെ തന്നെ നാദർഷിക്കയുടെ മൂവീസ് ആണെങ്കിലും ഒരുപാട് എൻ്റർടൈൻ ചെയ്ത ഫിലിംസ് ആണ്. അപ്പോൾ അതിൽ എഗെയിൻ എനിക്ക് മുമ്പ് ഇക്കടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇക്കയുടെ ഒരു 2 ഫിലിം മുമ്പ് വന്നത് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്തോ ഒരു അൺഭാഗ്യവശാൽ അത് നടന്നിട്ടില്ല. ഞങ്ങളുടെ ഭാഗ്യവശാൽ അതാണ് പറയണ്ടത്. ഞങ്ങളുടെ ഭാഗ്യവശാൽ അത് നടന്നില്ല. എന്റെയാണോ? അങ്ങനെ ആക്കരുത്. അല്ല, ഇപ്പോ വൺസ് അപ്പോൺ എ ടൈമിന്റെ ഭാഗമാകാൻ പറ്റിയ സന്തോഷമുണ്ട്. സോ ഇതില് ഞാനൊരു ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം റസിയ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, ഒരു സാധാരണ ഒരു പെൺകുട്ടി, ലൈഫിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നു, ചുറ്റുവട്ടത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്, അധികം പറയാൻ പറ്റില്ലല്ലോ. അപ്പോ നല്ലൊരു ക്യൂട്ട് ഫിലിമാണ്. ഇക്ക പറഞ്ഞ പോലെ എന്റർടൈനിങ് ആണ്. ഫൈറ്റ് ഉണ്ടോ അതുണ്ട്, എല്ലാം അടങ്ങിയ ഒരു മൂവിയാണ്. അപ്പോൾ 31st റിലീസ് ആവാണ് വൺസ് അപ്പോൺ എ ടൈം കൊച്ചി. സോ കൊച്ചിക്കാരും എല്ലാവരും ചേർന്ന് മൂവി കണ്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. എപ്പോഴും കൂടെ ഉണ്ടാവുന്ന വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഇവിടെ രാവിലെ വന്നതിന് നന്ദി. എല്ലാ ചെറുപ്പക്കാരാ, ഐ റിയലി അപ്രീഷിയേറ്റ് ഓൾ യുവർ വെരി യങ് ആൻഡ് യുവർ സ്പിരിറ്റ് ടു വർക്ക് ഹാർഡ്. ഐ റിയലി അഡ്മയർ നിങ്ങളെ ഈ സ്പിരിറ്റ്. കീപ് ഇറ്റ് ഇൻ യുവർ ലൈഫ് ആൻഡ് ബിൽഡ് യുവർ കരിയർ. ഓക്കെ. നൗ it was my pleasure to be a producer with the legend Rafi and Nadersha. ഇതൊരു എൻ്റർടൈനറാണ്. ഞാൻ മൂവിയെ പറ്റി ഒന്നും പറയുന്നില്ല. യു വാച്ച് ആൻഡ് എൻജോയ്. അവോയ്ഡ് ഇറ്റ്. ഗിവ് യുവർ ഓണസ്റ്റ് ഒപ്പീനിയൻ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹായ് എവരിബഡി, എൻ്റെ പേര് ദാന റാസിക്. ഞാൻ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയിലെ തൂവൽ നില എന്ന സോങ് പാടിയിട്ടുണ്ട്. അത് ഹരിയേട്ടൻ്റെ കൂടെയാണ് പാടിയത്. ഈ പടത്തിൽ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഹിഷാം കെയും നാദർഷക്കയാണ്. അതിൽ നാദർഷക്ക കമ്പോസ് ചെയ്ത സോങ്ങാണ് ഞാൻ പാടിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെ ഇവിടെ വന്നിരിക്കാനും. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര നെർവസാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ പടം റിലീസാവുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്തായാലും കാണണം. ഞാനും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഉറപ്പായിട്ട് കണ്ടിട്ടുണ്ട്. അതെ. അപ്പം എല്ലാവരും നമുക്ക് നല്ല റെസ്പോൺസുകൾ പറയണം. സത്യസന്ധമായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് പറഞ്ഞു തരണം. സോ താങ്ക് യു സോ മച്ച്. ഒറ്റ റിക്വസ്റ്റ് ഉള്ളത്, നമ്മുടെ ശരിക്കും സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട്. കാരണം ഇതിപ്പോൾ നമ്മളുടെ പരീക്ഷണങ്ങളിലൊന്നാണ്. കാരണം പുതിയ നായകൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ സിനിമകൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ നല്ലതാണെങ്കിൽ മാക്സിമം അതിന് സപ്പോർട്ട് കിട്ടിയാൽ മാത്രമാണ് അത് തിയേറ്ററിൽ ഓടിയാൽ മാത്രമാണ് മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും ഡയറക്ടേഴ്സിനാണെങ്കിലും റൈറ്റേഴ്സിനാണെങ്കിലും പുതിയ താരങ്ങൾ വെച്ചിട്ട് സിനിമകളുമായിട്ട് വരാനായിട്ടുള്ളൊരു ധൈര്യം ഉണ്ടാവുള്ളൂ. പുതിയ താരങ്ങളും അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് വരുന്ന സിനിമകൾക്ക് വരുന്ന പ്രേക്ഷകരുടെ കുറവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എല്ലാവരും മാറ്റി ചിന്തിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് എല്ലാ ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. താങ്ക് യു സോ മച്ച്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കൊച്ചിയിൽ മാത്രം നടക്കുന്ന കഥയല്ല. ഇത് എല്ലാ പട്ടണങ്ങളിലും സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഏത് പട്ടണത്തിൽ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. അത് വൺസ് അപ്പോൺ ഇപ്പം നമ്മൾ കൊച്ചിയിൽ ഷൂട്ട് ചെയ്തതിൻ്റെ പേരിൽ പിന്നെ ഈ വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമകൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ കൊച്ചി എന്ന് പറയുന്ന സിനിമകൾ വരാതെ അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തത് കൊച്ചിയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തും പറയാവുന്ന ഫ്രീഡം ഉള്ള നമ്മളുടെ സ്വന്തം നാടല്ലേ. അപ്പോൾ അതിൽ കഥാപാത്രങ്ങളെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു പട്ടണത്തിൽ സംഭവിക്കുന്ന കഥ എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് ഏത് പട്ടണത്തിലും സംഭവിക്കാം.
ആദ്യ സിനിമയാണ്, നായകനെ വരുന്ന ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അപ്പം പൊതുവെ നെപ്പോക്കിസിന്റെ ഒരു കാലം കൂടിയാണ്. അപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് ആണെങ്കിൽ ഇൻഡസ്ട്രി നേരത്തെ കയറാം, നല്ലൊരു എസ്റ്റാബ്ലിഷ് ഒരാളാണ് താങ്കളുടെ ഫാദർ. വേണമെന്ന് വിചാരിച്ചാൽ ഒരു ആക്ടറായിട്ടോ അല്ലെങ്കിൽ കരിയർ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളെന്ന്. പക്ഷേ അങ്ങനെ അല്ലാതെ പഠിച്ച് അസിസ്റ്റന്റായി അസോസിയേറ്റിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഒരു അഭിനയത്തിലോട് കയറിയത്. ശരിക്കും എൻ്റെ ഐഡന്റിറ്റി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കയറിയാൽ ഒരു ഉള്ളതുകൊണ്ടാണോ? ഇല്ല, ഞാൻ നേരത്തെ കയറണമെന്ന് വേണമെന്ന് വിചാരിച്ചാ, പക്ഷേ ബാക്കിയുള്ളവർ വിചാരിച്ച അതുകൊണ്ടാ വൈകിയത്. അതൊക്കെ സംഭവിച്ചില്ലേ? ഇല്ല, ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. അപ്പോൾ അപ്പം തന്നെ വാപ്ചി അടുത്ത് ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്ചി പറഞ്ഞൊരു അല്ല, കുറച്ചുകൂടി ഒന്ന് വളരട്ടെ, അല്ല അപ്പം ഒന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എന്താണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി, എന്നിട്ട് ഇത് പറ്റണ ഫീൽഡാണോ എന്ന് നോക്കുന്നു പറഞ്ഞു. പക്ഷേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു അഭിനയിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി പിന്നെ അങ്ങനെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പടം ഉണ്ടാകണം. അതാണ് പുതിയ താരങ്ങളെ വെച്ചിട്ട് അല്ലെങ്കിൽ പുതുമുഖങ്ങളെ വെച്ചിട്ട് നമ്മൾ സിനിമകൾ ചെയ്യുമ്പോഴാണ് ഓരോരുത്തർ ഓരോ പുതിയ നായകന്മാരും മലയാള സിനിമയിലേക്ക് വരുള്ളൂ. അപ്പോൾ അതിന് പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളുടെ വിജയം നോക്കി തന്നെയാണ് ഒരു റിസ്ക് എടുക്കുള്ളൂ. അപ്പോൾ അതിന് തയ്യാറായ സാറിന് ഞങ്ങളുടെ താങ്ക്സ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞാണ്, വീണ്ടും താങ്ക്സ് പറയുന്നു. താങ്ക് യു. മുബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ സിനിമയിൽ മുബിനാണ് ഈ സിനിമയിൽ മെയിൻ റോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കഥാപാത്രത്തിൽ മുബിനാണ് കസ്റ്റമൈസ് തോന്നി, അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ? അങ്ങനെയല്ല, ഇതിനകത്ത് സിനിമയിലിപ്പോൾ ഇവരെല്ലാവരും മുബിനും പിന്നെ അർജുൻ അശോകനും ഷൈൻ ടോം ചാക്കോ ഇവരെല്ലാം വലിയ വലിയ വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അതിൽ പ്രധാനപ്പെട്ട ഒരു 2 ക്യാരക്ടേഴ്സിൽ ഇവർ രണ്ടുപേരും അർജുനും മൂവി ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ആദ്യം പിന്നെ ഈ മുബിന് ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഈ മുബിൻ അഭിനയിച്ച ഷോർട്ട് ഫിലിംസൊക്കെ ഞാൻ രണ്ടെണ്ണം ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയിട്ടുള്ള കക്ഷിയാണ്. ഇത് എവിടെ ഇരുന്നത്? പുറത്തുപറയാൻ കൊള്ളില്ലാത്തതാണ്. അല്ല, അവാർഡേ നമ്മുടെയൊക്കെ ഒരു സെറ്റപ്പ്. അത് എൻ്റെ അടുത്ത് ഇപ്പോഴാണ് പറയണത്. ഇത് നേരത്തെ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഇതിന് ഇത്രയും പേര് മത്സരിച്ചിട്ട് എനിക്കാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ റിലീസായല്ലോ. അന്വേഷിക്കാൻ പോയില്ലടാ. ഏതായാലും ഞാനത് കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മൂവിന്. ഞാൻ റാഫിക്കയുടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ ഇപ്പോഴാണ് ഞാൻ കാണുമ്പോൾ ഇവൻ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെയിലും കൊണ്ട് ഇങ്ങനെ ഓടിപ്പറഞ്ഞെടുക്കും. ഞാൻ റാഫിക്കയോട് ചോദിച്ചു, ഇവൻ അഭിനയിപ്പിക്കാൻ പറ്റില്ലേ കേടപ്പടത്തിലെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഇയാളല്ലേ പുതിയ ആൾക്കാരെ പരീക്ഷണം നടത്തണം, ഇയാൾ തന്നെ ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഞാനൊരു ചെവിപ്പടി കേട്ട് മറ്റു ചെവിപ്പടി കളഞ്ഞു. പക്ഷെ കറങ്ങി തിരിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ഞാനതിൽ തൃപ്തനാണ്. ഇപ്പോൾ മുബിൻ വന്ന് അഭിനയിച്ചതിൻ്റെ പേരിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞാലും മുബിനാണെങ്കിലും ഇതിൽ അഭിനയിച്ച ഇവരെല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അച്ചു അഭിനയിക്കുന്നത് ഞാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം നമുക്കൊക്കെ ഈ പിള്ളേർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴത്തെ തലമുറയുടെ ഭാഗത്തുനിന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ഒരുപാട് താങ്ക്സ്. പിള്ളേരെല്ലാവരും വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നു. അതെ. അപ്പോൾ എല്ലാവരും പറഞ്ഞ അർജുനെ പോലെ ഇതുപോലെ ഒരു സ്ക്രീൻ ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആണ് ഓരോ തവണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മയുഗത്തിലെ പെർഫോമൻസ് അടിച്ചിട്ട് അപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോൾ കരിയർ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. ആ ഗ്രാഫ് അതേപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സിനിമ വരുമ്പോൾ എനിക്ക് ഈ കഥാപാത്രം എൻ്റെ ഓഡിയൻസിൽ ഇത് കറക്റ്റായിട്ട് കൺവേ ആവും, അല്ലെങ്കിൽ എൻ്റെ ഇത് ചെയ്യുവാണെങ്കിൽ ക്ലിക്ക് ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കഥാപാത്രങ്ങൾ യൂസ് ചെയ്യുന്നത്. ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയായിരിക്കും? ഓരോ കഥാപാത്രം ക്ലിക്കാവും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത്. ആക്ച്വലി ബ്രഹ്മയുഗം തന്നെ പടം നമുക്ക് ഇത്ര ആൾക്കാർ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുന്ന അറിയാം. പക്ഷെ എന്നാൽ തന്നെയും അത് ടോട്ടലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു ജോണറാണല്ലോ. അപ്പോൾ അത് ആൾക്കാരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ അത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ്.
അങ്ങനെ ഓരോ പടങ്ങൾ കഴിയുന്നോറും അടുത്ത പടം വരുമ്പോൾ എന്താണ് എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ളതെന്ന് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ ഇത്ര നാളെ ചെയ്തതിൽ കോൺസ്റ്റബിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടിയൊരു പടം ആദ്യത്തേതാണ്. പിന്നെ അതുകൂടാതെ തന്നെ റാഫിക്ക നാദിഷിക്ക കൂട്ടുകെട്ടത്തിലൊരു പടം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ. കാരണം വെച്ചാൽ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ നാദിഷിക്കനെ നന്നായിട്ട് നല്ല പരിചയമുണ്ട്. ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല നാദിഷിക്ക എന്ന പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്നുള്ളൂ. നടനാവുന്നതിലും ചിന്തിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നാദിഷിക്ക വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു പരിപാടിയാണ് കേട്ടു നോക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു. കേട്ടു, ഇഷ്ടപ്പെട്ട മൂവീനെ അപ്പോഴാദ്യമായിട്ടാണ് റാഫിക്കയുടെ വീട്ടിൽ കാണുന്നത്. അപ്പോൾ ഇവനും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അപ്പം അങ്ങനെയാണ് ഈ പടത്തിലേക്ക് കയറിയത്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സാണ്, അല്ലാണ്ട് നമ്മൾ അത് ഓഡിയൻസ് കണ്ടു കഴിയുമ്പോഴാണ് അവരത് എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുന്നത്. അപ്പം ഇതിനി കണ്ടിട്ട് നമുക്ക് പറയാം ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യില്ലേ എന്നുള്ളത്. ഒരു 20-25 ദിവസത്തോളം ഉണ്ടായിരുന്നു നമ്മൾ സെറ്റിൽ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. മൊത്തം റാഫിക്ക ഇങ്ങനെ വരും, പരിപാടി പറഞ്ഞു തരും. റാഫിക്ക കൂടി അഭിനയിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതിൽ റാഫിക്കനെ അടിക്കുന്ന സീനാണ് ഫസ്റ്റ് ടൈം ഷൂട്ട് ചെയ്യണത്. അത് ഞാനത് എങ്ങനെ ചെയ്യുമെന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ആദ്യം. ആഷിഖർ നോക്കട അറക്കൊടുത്തോളാം. പക്ഷെ രസമായിരുന്നു. കാരണം ഇവരിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇവരെ പഴയ കഥകൾ ഭയങ്കര രസം, അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു പടമാണ്. ഞാൻ പറഞ്ഞ ഇവൻ തല്ലണല്ലോ റാഫിക്കനെ അടിക്കാനായിട്ട് മടി. ഞാൻ പറഞ്ഞ ഒന്നുമില്ലടാ, അച്ഛനെ പണ്ട് റാഫിക്ക ഒരു സ്ഥലത്ത് വെച്ച് പഞ്ഞി കിട്ടുന്നുണ്ടെന്ന് വെറുതെ ആണോ, ആ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ സീൻ ചെയ്തല്ലോ. പിന്നെ കുറച്ച് കരുത്തായി. ഒരു സിനിമയേക്കാൾ കൂടുതൽ ഒരു കഥാപാത്രത്തെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ രമണൻ എന്നുള്ള കഥാപാത്രം എപ്പോഴും മുൻപിൽ റോളുകളായാലും അല്ലെങ്കിൽ ഒരു മെയ്ദിനം വരുമ്പോൾ മുതലാളിയുടെ മുഖത്ത് നോക്കി ചെറ്റയെന്ന് വിളിച്ച ഏകതൊഴിലാളി രമണനാണെന്നുള്ള തരത്തിലുള്ള നെറേറ്റീവുകളൊക്കെ വരുന്നുണ്ട്. ഏകതൊഴിലാളിയല്ല, തിരിച്ചടിക്കാത്ത മുതലാളി. അപ്പം അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്ത ആളാണ്, എഴുതി വെച്ച ആളാണ് റാഫിക്ക. അപ്പോൾ അർജുന് റാഫിക്കയുടെ സ്ക്രിപ്റ്റിൽ ഒരു പടം ചെയ്യുമ്പോൾ മാത്രമല്ല റാഫിക്കയുടെ ഒരു കോ ആർട്ടിസ്റ്റ് കൂടി ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു ഹിറ്റ് മേക്കർ, അപ്പൊ ഒരു ലെഗസി, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇതില് ഇപ്പൊ നിങ്ങൾ പറഞ്ഞാല് പഞ്ചാബി ഹൗസ് പോലെ ബാക്ക് ടു ബാക്ക് കോമഡി ആയിട്ടുള്ള പടമല്ല. സിറ്റുവേഷനലി കുറച്ച് ത്രില്ലറും കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അതില് തമാശ ഉണ്ട്, ഇല്ലാന്നല്ലേ പറയണേ. പക്ഷെ ഇവരുടെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മള് അത് പടം കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അപ്പൊ അതൊക്കെ പിടിക്കാൻ പറയും നമ്മളെടുത്ത്. അപ്പൊ അത് ത്രൂ ഔട്ട് പടം കണ്ടു കഴിയുമ്പോൾ ആ ഒരു ക്യാരക്ടറൈസേഷൻ അവര് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അങ്ങനെ രസം പരിപാടിയാണ്. അപ്പൊ നമുക്ക് അടിപൊളിയായിരുന്നു. ഇത് കൂടുതലും ഇവിടെ കൊച്ചി തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നൈറ്റ് പറഞ്ഞില്ലേ, ഒരു നൈറ്റ് നടക്കുന്ന ഒരു സംഭവത്തിന് ആസ്പദമാക്കിയിട്ടുള്ള കാര്യം. അപ്പോൾ പക്ഷേ നമ്മൾ കുറേ ഇതായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള വേറെ കുറേ സിറ്റീസും കാര്യങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പറയുന്നത് ശരിയല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്വൽ ഒരു ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ചീറ്റ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടോട്ടൽ ഡേയ്സ് എനിക്ക് തോന്നുന്നൊരു 80 ദിവസം. കാരണം അങ്ങനത്തെ സീക്വൻസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഫൈറ്റ് സീക്വൻസ് തന്നെ ഒരു 10-13 ദിവസം ഫൈറ്റ് തന്നെ ഷൂട്ട് ചെയ്യേണ്ടതാണ്. ചെറിയ സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ചെയ്ത ഒരു കൊച്ചു സിനിമ തന്നെയാണ്. അതെ, ഞങ്ങളത് ഷൂട്ട് ചെയ്ത് വലുതാക്കാൻ നോക്കിയതുള്ളൂ. തുടങ്ങിയപ്പോൾ കൊച്ചു സിനിമയായിരുന്നു. അങ്ങനെ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു നേരമെങ്കിലും ഈ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ അപ്പോൾ എല്ലാവർക്കും ബാധിക്കണമെന്നല്ല. കാരണം നമുക്ക് കലാകാരൻ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ അധ്വാനം. ഇപ്പം നമ്മളതൊന്നും പറഞ്ഞിട്ട് ആർക്കും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് പേരുടെ അധ്വാനമാണെങ്കിലും അത് നമുക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിന് ഒരു പ്രാവശ്യമെങ്കിലും അത്യാവശ്യം ഒരു കലാകാരനാണെങ്കിൽ അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന ഏത് കലയാണെങ്കിലും അല്പം ബ്ലഡിലുണ്ടെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ
ഈ പറയുന്ന സിനിമ എന്നുള്ള ഒരു സംഭവത്തിന് നമ്മൾ മനഃപൂർവ്വം തകർക്കാൻ നോക്കേണ്ട കാര്യമില്ല. കാരണം ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ മൊബൈലിലോ എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാൻ നമ്മുടെ അവകാശമാണെന്ന് പറയും. ഞങ്ങൾ ഇഷ്ടമുള്ള ഇതിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ സിനിമ കാണും. നിങ്ങൾ ഇറക്കി കോടികൾ, നിങ്ങളിപ്പോൾ 50 കോടി മുടക്കിയിട്ട് സിനിമ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് 10 രൂപ മുടക്കാതെ ഞങ്ങളുടെ ഫോണിൽ കണ്ടത് നിങ്ങൾക്ക് എന്താ നഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല അതിൽ. പക്ഷെ അത് ഒരിക്കലും ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രി മൊത്തത്തിൽ തകർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ. ഇപ്പോൾ സിനിമ, അപ്പോൾ ചില ആൾക്കാർ പറയും സിനിമയില്ലെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം, ഞങ്ങൾ സിനിമ കൊണ്ട് ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് പറയുന്നവരുണ്ട്. പക്ഷേ ഇതൊരു വലിയ എത്രയോ ലക്ഷങ്ങൾ ജീവിക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ഒരുപാട് പേര് വരുവാൻ. ഇപ്പോൾ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത്രയും ക്യാമറകൾ, ഇത്രയും ക്യാമറകൾ, നിങ്ങളെല്ലാം ജോലി ചെയ്യുന്നുണ്ട്. ഈ ജോലി ചെയ്യുന്നതെല്ലാം ഇതിനെ ആസ്പദമാക്കിയല്ലേ, സിനിമ ബേസ് ചെയ്താണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതും നമ്മൾ തമ്മിലിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കാണുന്നതൊക്കെ ഈ സിനിമ ഉള്ളതിൻ്റെ പേരിലാണ്. സിനിമ നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം വരില്ല. നമ്മൾ വേറെ പണിക്ക് പോകും, നമുക്ക് വേറെ പണി കിട്ടും, അതൊക്കെ ഓക്കെ. പക്ഷെ അത് നശിപ്പിക്കാതിരിക്കാം മാക്സിമം. ഒരു പ്രധാന വേഷത്തിലെത്തിയ പൊയ്യാമൊഴി എന്ന് പറഞ്ഞ ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലില് ഫിലിം മാർക്കറ്റിൽ സ്ക്രീൻ ചെയ്യുന്നുണ്ട്, ഇന്നലെ റിലീസ് ചെയ്തു. അപ്പൊ മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ മലയാളത്തിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് ക്യാനിലൊക്കെ അവതരിപ്പിക്കുന്ന, അതിൽ പ്രധാന വേഷം ചെയ്യുന്നത്, അതിന് പോസ്റ്ററുകളൊക്കെ കണ്ടിരുന്നു. ഒരു നമുക്ക് എന്താ പറയാ, ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള പടമായിരിക്കും എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു പടം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ചുരുളി ചെയ്യുന്നത്, അങ്ങനെ ഒരുവിധം നല്ല സിനിമകളിൽ മികച്ച ക്യാരക്ടറുകൾ വരുന്ന ഒരു സമയത്തും തന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ആ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ റാഫിക നാദിർഷ എന്നുള്ള പേരല്ലാതെ സിനിമ തന്നിട്ടുള്ള ഒരു ഹൈ എന്തായിരുന്നു, സിനിമയിലേക്ക് എത്താനുള്ള ഇതെന്തായിരുന്നു? അത് ഞാൻ വീട്ടിലിരിക്കുമ്പം എനിക്ക് റാഫി സാറും ആഷാരോടും കൂടി വലിയ മീറ്റിംഗ് വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് രണ്ടുപേരും വന്നു. വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതിനകത്തൊന്ന് സഹകരിക്കാവോ ജാഫർ? ഞങ്ങളുടെ പ്രതീക്ഷയോടുകൂടിയാണ് റാഫി സാർ എന്നോട് പറയുന്നത്. നാഷക്കാരനോട് കണ്ണടച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ശരിക്കും കഥ കേട്ടതിന് ശേഷം ഞാൻ അർജുനെ വിളിച്ചു. അർജുൻ പറഞ്ഞു, ചേട്ടാ എങ്ങനെയും ഏറ്റെടുത്ത് നിങ്ങൾ എങ്ങനെയും അരി മേടിച്ചു പോട്ടെ. ഒരു ഫോൺ വിളിച്ചു, നീ എവിടെ? ഞാൻ ഇവിടെ കൊടുക്കാം, ഞാൻ നാളെ വന്നിട്ട് ഒരു സാധനം ഉണ്ടോ എൻ്റെ പടത്തിലൊക്കെ ചെയ്തോ കൊള്ളുന്നു. ഞാൻ വന്ന് ചെയ്തേച്ചു പോയ സംഭവം. എനിക്ക് തൃപ്തരാണ്, നല്ലൊരു വേഷം എനിക്ക് തന്നിരുന്നത്. പിന്നെ ഒരു കുടുംബത്തിൽ ചെന്ന് കയറുന്ന പോലുള്ളൊരു ഫീലിങ്സ് ഒക്കെയാണ് നാശാക്കാരുടെ പടത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും. നമ്മളൊരു സിനിമാ നടനാണെന്നോ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ചെന്ന് കഴിയുന്ന ഒരു ഡയറക്ടർ ബന്ധമാവുന്നല്ല, അതന്നെ അല്ലെന്നേ ഈ എടുക്കുന്ന ലെവലേ നോക്കി നിങ്ങൾ തന്നെ എന്ത് ഇതിനകത്ത് ആർക്കെങ്കിലും ഞാൻ ഒഴിച്ച് ബാക്കി ആർക്കെങ്കിലും ജാടയുണ്ടോ? ഇല്ലല്ല. അപ്പം അത്രേ ഉള്ളൂ. ഞങ്ങളൊരു കുടുംബം പോലെ തമാശയും പറഞ്ഞ് അങ്ങനെ പറയും. പിന്നെ ഇക്ക പറഞ്ഞ 80 ദിവസം ഷൂട്ട് കൂടിപ്പോയി. അപ്പോൾ സാറ് ചോദിച്ചു, എന്തോ എൻ്റെ ചെറിയ പടമാണോ വലുതല്ലേ എന്നൊക്കെ ചോദിച്ചില്ലേ. പിന്നെ മഴ ഒരു ഘടകമായിരുന്നു. മഴ ഞങ്ങളെ കുറേ ശല്യം ചെയ്തു. ഷൂട്ടൊക്കെ രാത്രിയായിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ പോയി. അല്ലാതെ ഇപ്പോൾ സാറ് ഉറക്കും കേട്ടോ. അവർ പച്ചയ്ക്ക് വർത്താനം പറഞ്ഞു, 20 ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ് 80 ദിവസം കൊണ്ടാവും തീർക്കാമെന്ന് പറഞ്ഞ് അവിടെ കടന്നു മുത്തുന്നുള്ളതുകൊണ്ടാകാൻ സംഭവിക്കില്ല. ആലോചിച്ചില്ല. അങ്ങനെയായിരുന്നു മൊത്തത്തിൽ. പിന്നെ സിനിമയാണ്, ഇക്കാടെ സിനിമയാണ്. ഇക്ക അതിൻ്റെ റൂട്ട് അനുസരിച്ച് ഇന്ന് രാത്രി എടുത്ത നാളെ പ്ലാൻ ചെയ്യുന്നത് പെട്ടെന്ന് മാറ്റുന്ന ആളൊക്കെയാണ്. എന്തായാലും ഒരു മനോഹര സിനിമയായിരിക്കും. അർജുനും നായകനും ഒക്കെ കൂടെ അടിച്ച് നായികയെ കൂടെ അടിച്ച് കൂടി ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ളവരുടെ സഹകരണമാണ്. പിന്നെ ഈ എല്ലാവരും പറയുന്നില്ലേ, ഈ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഒരു പ്രിൻ്റെടുത്ത് കാണും. സിനിമ എപ്പോഴും തിയേറ്ററിൽ തന്നെ കാണാം, എന്നാലേ അതിന് വിലയിരുത്താൻ പറ്റുള്ളൂ. അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുടെ സൗണ്ട് എഫക്റ്റും ഒക്കെ വെച്ചിട്ട് അങ്ങനെ കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് വിലയിരുത്തൽ നമ്മൾ മൊബൈലിൽ കണ്ടിട്ട് പെട്ടെന്ന് ഒരു വലിയൊരു പ്രസ്ഥാനത്തെ ചുമ്മാ ഒരു ഇതിലേക്ക് ആക്കരുത്. കാരണം വെച്ചാൽ എല്ലാവരും അരിമേടിക്കാനുള്ളതാണ്, ജീവിക്കാനുള്ളതാണ്. മൊത്തത്തിൽ പ്രശ്നമാണ് നമ്മുടെ നാട് മൊത്തം, ലോകം മൊത്തത്തിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഉള്ള കാലം എന്തെങ്കിലുമൊക്കെ കാണിച്ച് പറയുമ്പോൾ പോകാൻ മൊത്തത്തിൽ നിന്ന് പഠിച്ചു നോക്കുക. ഞാൻ സിനിമ കാണാത്ത ആളാണ്, വാർത്ത കേൾക്കുന്നത്, അതുകൊണ്ട് പറയാം. അപ്പം നന്മ പറയട്ടെ എല്ലാവർക്കും. എൻ്റെ അനുഗ്രഹം അല്ലാട്ടോ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഇതിനും ഒരു അനുഗ്രഹം തരണം. എല്ലാവരും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. ആ ഒരു കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു നല്ല സെറ്റപ്പാക്കി പടത്തിലേക്കൊക്കെ വന്ന് ആളുകൂടെയാണ്. അതിൻ്റെ കൂടെ കാരണവരായിട്ട് നമ്മളെ വിളിക്കണം. ഓക്കെ എന്നാൽ എനിക്കിത് അവിടെയാണ്. അഭിനയം മാത്രമല്ല ഗർഭയിലെ ഇത് കണ്ടായിരുന്നു. അടുത്ത സീനിലൂടെ കിടക്കാറുള്ളതോ പാട്ടിലൂടെ കിടക്കാറുള്ളതാണോ? എന്തിന്? ഇല്ലില്ല, ഞാൻ അതിനു മുമ്പ് പാടിയിട്ട് നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്.
ഞാൻ ആഹാ എന്ന പടത്തില് ടൈറ്റിൽ സോങ് പാടി ഞാനാണ്. അതിനകത്ത് ആ പാട്ട് ശരിയാണല്ലോ. ഏത് പാട്ട്? ആഹാ. ഏത്? ഇപ്പൊ പറഞ്ഞില്ല ആഹാ. ആരാ? ആഹാ. അങ്ങനെ കിടക്കണമൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ അങ്ങോട്ട് പോയാൽ മതി എന്നാണ്. ഓക്കെ അല്ലേ? അർജുനെ ഓരോ സിനിമ ചെയ്യുമ്പോഴും നമ്മുടെ പീസിന്റെ പോലീസ് കഥാപാത്രം എന്ന് പറയുമ്പോൾ ഇതിലൊന്നും ചെയ്തിട്ടുള്ള കോൺസ്റ്റബിൾ വേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇതില് ഓരോ പോലീസ് കഥാപാത്രം ചെയ്യുന്ന സമയത്തും അതിലൊരു മോഡുലേഷൻ ഉണ്ടാവില്ല. ഐ മീൻ ഫിസിക്കലി ആയാലും ശരി, ചെയ്യുന്ന പെർഫോമൻസിലായാലും ശരി. ഇതിലെ കഥാപാത്രം ചെയ്യാൻ എത്രത്തോളം കേട്ടിട്ടുണ്ട്? പറയാനായിട്ട് കുറച്ചാൾ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് പോയായിരുന്നു, കുറച്ച് മാസത്തിലേക്ക് വെക്കാൻ. പക്ഷെ കുഴപ്പമില്ലാണ്ടായി തോന്നുന്നു. കണ്ടിട്ട് പറയാൻ എന്താ പറയാ. ആദർശിക്ക, ഈ കട്ടപ്പനയിലെ ഹൃതികോഷം ചെയ്യുന്ന സമയത്ത് അതിലെ നായകനും വിഷ്ണുവിനും ചില ചെറിയ സാമ്യങ്ങളുണ്ടായിരുന്നു കഥാപാത്രപരമായിട്ട് പോലും. അതുകൊണ്ടാണ് അതിൽ അദ്ദേഹം നായകനായി എത്തിയത്. ഈ ഇതിലിങ്ങനെ കൊച്ചിയിലുള്ള വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു പയ്യൻ, അതിലേക്ക് മുബി തന്നെ വേണം, അതെന്തുകൊണ്ടാണ്? അങ്ങനെയല്ല, അത് ഒരു പുതിയ കഥാപാത്രം അല്ലെങ്കിൽ ഒരു പുതിയ രൂപം എന്ന് പറയുന്ന സംഭവത്തിന് നമുക്കത് പിന്നെ അതിന് വേണ്ടിയിട്ടൊരു പുതിയ ആളെ കൊണ്ടുവന്ന് ആളെ അഭിനയിപ്പിച്ച് തീരൂ എന്ന് പറയുന്നുള്ള വാശിയൊന്നുമില്ല. നോക്കി അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ള രൂപവും ഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നിയപ്പോഴാണ് സംഭവിച്ചത്. അല്ലാണ്ട് പെട്ടെന്ന് മുബിയോടുള്ളൊരു ഇഷ്ടത്തിന് മുബീനെ കൊണ്ടുവന്ന് നായകനാക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ശ്രമിക്കുന്നില്ല. കഥാപാത്രത്തിന് ആപ്റ്റാണെങ്കിൽ മാത്രമേ നമ്മൾ ആരെയാണെങ്കിലും, അതിപ്പോൾ ഞാൻ മാത്രമല്ല, അത് സ്ക്രിപ്റ്റ് എഴുതിയത് റാഫിക്കാണ്. റാഫിക്ക ആണെങ്കിൽ പോലും സമ്മതിക്കില്ല. അത് ഓക്കെ അല്ലെങ്കിൽ വേണ്ടെന്ന് പറയുള്ളൂ. അത് വേണ്ട, വേറെ ആരെങ്കിലും ആലോചിക്കാൻ പറയും. അപ്പം നമുക്ക് ഓക്കെയാണ് അതിൻ്റെ പേരിൽ ചെയ്താൽ. പണ്ട് നമ്മൾ മിമിക്രി കാലഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ള കഥാപാത്രങ്ങളിൽ പള്ളിയിലച്ഛനും പൂജാരിയും മുസ്ലിയാരും ഒക്കെ നമ്മൾ അനുസ്യൂതം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കോമഡിയൊക്കെ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ഒന്ന് ആലോചിച്ചില്ലെങ്കിൽ കുഴപ്പമാകും. അതുപോലെ തന്നെയാണ് സിനിമയുടെ കാര്യത്തിലും. സിനിമയിലും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾ ആർക്കെങ്കിലുമൊക്കെ നോവിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വയ്ക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. അത് ഉത്തമമായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ അനുസരിച്ചിട്ട് കാര്യം. അല്ലെങ്കിൽ പിന്നെ നമ്മളത് നേരിടാനുള്ള ചങ്കൂറ്റവും ധൈര്യമൊക്കെ നമുക്ക് വേണം. നമുക്കത് അതിനുള്ള ശേഷിയില്ല. അതിൻ്റെ പേരിൽ നമ്മൾ സൂക്ഷിക്കും. ഒരു സിനിമയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം അതിന്റെ ഡയറക്ടറിനും റൈറ്ററിനും, അതിന്റെ സൃഷ്ടി എങ്ങനെയായിരിക്കണം, അതിന്റെ കഥ എങ്ങനെയാവണം, ഒരു അതിന്റെ സൃഷ്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അതിന്റെ ഡയറക്ടറും റൈറ്ററും ആയിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ലാതെ ഒരു സെൻസർ ബോർഡ് തന്നിട്ട് ഈ സീൻ വേണ്ട, അല്ലെങ്കിൽ അവിടെ അത് വേണ്ട, ഇവിടെ ഇത് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ ഒരു ആ കഥയുടെ എലമെന്റ് തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. പല സിനിമകൾ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയല്ല, നമുക്ക് നമ്മളുടേതായ സൃഷ്ടികൾ അങ്ങനെ ചെയ്യണമെന്നും നമുക്കൊരു തോന്നലുണ്ടാവും. നമ്മളിപ്പോൾ റൈറ്റർ പറയും അല്ലെങ്കിൽ ഡയറക്ടർ, നമുക്ക് ചില കാര്യങ്ങൾ ആ സിനിമയിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് തീരുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവില്ല, കഥ മനസ്സിലാക്കാതെ പോകും. അങ്ങനെയുള്ള സീൻസ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സീൻ സെൻസർ ബോർഡിൽ ചെല്ലുമ്പോൾ പ്രശ്നമാകും, അല്ലെങ്കിൽ ആ ഡയലോഗ് പ്രശ്നമാകും. ചിലപ്പോൾ ആ സീനില്ലെങ്കിൽ ആ കഥ പൂർണ്ണമാകാനായിട്ട് പാടായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തിയിട്ട് ആ സമയത്ത് സെൻസർ ബോർഡ് ക്ലീൻ യു കിട്ടുന്ന സ്ഥലത്ത് ആ ഒരൊറ്റ സീനിൻ്റെ പേരിൽ UA ആയി മാറും. അതിനൊക്കെ നമ്മൾ തയ്യാറായിട്ട് തന്നെ, കാരണം അത് സിനിമയെ നശിപ്പിക്കേണ്ടതെന്ന് കഥാകൃത്തും ഡയറക്ടർക്കും എല്ലാവർക്കും ആഗ്രഹമുള്ളതിൻ്റെ പേരിലാണ് പല സിനിമകളും അങ്ങനെ തന്നെ. അല്ലെങ്കിൽ ചില സിനിമകൾ അതുമല്ലാത്ത സർട്ടിഫിക്കറ്റിലേക്കൊക്കെ A സർട്ടിഫിക്കറ്റ് വരെ വന്ന് ചിലപ്പോൾ ആ ഒരൊറ്റ സീനിൻ്റെ പേരിലായിരിക്കും. അത് അങ്ങനെയൊന്നുമല്ല. അതിപ്പോൾ ഓരോ കാലഘട്ടം അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ മാറുന്നതനുസരിച്ചിട്ട് അവർ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നിയമങ്ങളനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഒരാൾ വാശി പിടിച്ചിട്ട്, ഇപ്പം ഞാൻ പറയട്ടെ, എനിക്കിഷ്ടമുള്ള സിനിമ എനിക്ക് ഷൂട്ട് ചെയ്യാം, അത് അവർക്ക് ഇഷ്ടമുള്ള സർട്ടിഫിക്കറ്റ് അവർ തരുമോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കായിട്ട് മാറ്റാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളത് തീരുമാനിച്ചിട്ട് നമുക്ക് ഇന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിയിൽ സിനിമ ആണ് ഞാൻ ചെയ്യാൻ തീരുമാനിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ റിലീസ് ചെയ്യേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷെ അവർ ആ സമയത്ത് അവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തീരുമാനത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല, മോശമാക്കരുതെന്ന് ആവശ്യപ്പെട്ടു.
പൈസ മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ ഇല്ല ഇല്ല ഇല്ല. ഒരു നാശിക്ക് എന്താണോ പറയുന്നത് അത് അത് ചെയ്യരുത്. അല്ല, എനിക്ക് വേറൊരു ഇഷ്ടം തോന്നിയ അനുസരിച്ച് സാധാരണ ഇതിൽ വരുന്ന ഒരു പുതിയ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റ്. ഇപ്പോൾ നേരത്തെ വിഷ്ണുവിനെ വെച്ചിട്ട് നമ്മൾ കട്ടപ്പന ചെയ്യുന്ന സമയത്ത് അത് അവർ തന്നെ റൈറ്റേഴ്സ് വിഷ്ണു തന്നെ. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഇപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ചില ഈ ഫൈറ്റും ഡാൻസും മറ്റുള്ള ആക്ഷൻ അങ്ങനെയുള്ള സീക്വൻസൊക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും പുതിയൊരാൾക്ക് പറ്റും. പക്ഷേ ഹ്യൂമർ ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുവരെ വഴങ്ങുന്ന ഒരാളെ കിട്ടിയെന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതെല്ലാവർക്കും പെട്ടെന്ന് വഴങ്ങുന്ന ഒരു കാര്യമല്ല തമാശ എന്ന് പറയുന്നത്. തമാശ അങ്ങനെ നമുക്കത് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി അത് ഓക്കെ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ചെയ്യാൻ പറ്റുന്ന പുതിയ പിള്ളേരെ കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും. കോമഡി സീൻസ് ആയിരുന്നല്ലേ നമ്മൾ ചെയ്യുന്നത്. നിന്നെ അറിയിക്കേണ്ടി ആ അവിടെ നിന്ന് വെള്ളം കുടിക്കണണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്ത് എന്ത് അതോടൊപ്പം തന്നെ ഒരു റിവ്യൂമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച വലിയ റിവ്യൂ റിവ്യൂ പിൻവലിക്കുന്നു. ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ സിനിമയിൽ നടക്കുന്നു. എങ്ങനെയാണ് കാണുന്നത്? അല്ല, സിനിമ റിവ്യൂസ് സിനിമയെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. റിവ്യൂസ് ഒക്കെ സിനിമയെ ബാധിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പരിപൂർണമായിട്ട് ഒരിക്കലും സിനിമയെ റിവ്യൂസ് ബാധിക്കുന്നില്ല എന്ന് പറയുന്നിട്ട് അതൊക്കെ തെറ്റായി. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിലും ആദ്യം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നോക്കുന്നത് എന്തെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് എന്താണെന്ന് നോക്കാറുണ്ട്. പിന്നെ റേറ്റിംഗ് നോക്കും, റിവ്യൂസ് നോക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു 10 പൈസ മുടക്കാനായിട്ട് തയ്യാറാവുള്ളൂ. അപ്പോൾ ഈ വന്ന് പറയുമ്പോൾ ആധികാരികമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട് അതായത് സ്വയം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് അത്തരത്തിലുള്ള റിവ്യൂസിൽ വിശ്വസിക്കുന്നത് തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കും. ഇപ്പം നമുക്കൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ഇത്രയും പേര് ഇരുപുണ്ട്, നമ്മളെല്ലാവരും ചെന്നിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർ പറയും എനിക്കിഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന പറയും എനിക്ക് അത്ര വർക്കായില്ല. പലരും പല അഭിപ്രായം പറയും. ആ അഭിപ്രായം എല്ലാം കൂടി ഇത് പൊതുവായിട്ടുള്ള ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സംഭവം ഇതാണ് എന്ന് പറഞ്ഞ് ആധികാരികമായിട്ട് കയറിയെന്ന് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളും എല്ലാം വിശ്വസിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞു അപ്പോൾ ഇനി അതങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സിനിമയെ ബാധിക്കും. അപ്പോൾ അങ്ങനെ സ്വയം ഒരു തീരുമാനമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവരത് വിശ്വസിച്ചിട്ട് അവർ സിനിമയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ അത്രയും സിനിമയെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യത. അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിവ്യൂസിന് പോസിറ്റീവ് പറയുമ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ മാത്രമേ ഇവർ നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ളവരും പലരും ഇങ്ങനെ ബഹളം ഉണ്ടാക്കാറുള്ളൂ. അയാൾ നെഗറ്റീവ് പറഞ്ഞത് ഇവർ പറയുന്ന പോസിറ്റീവ് റിവ്യൂസിനൊക്കെ ഇവർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് അവർ പറയുമ്പോൾ കരയും, പോസിറ്റീവ് റിവ്യൂസ് പറയുമ്പോൾ അതിനെ പൊക്കി പിടിച്ച് അയാൾ പറഞ്ഞത് വേദവാക്യമാണ്, പുള്ളി പറഞ്ഞു ഇനി ഞങ്ങൾ സിനിമ രക്ഷപ്പെട്ടു എന്ന് പറയാം. അതൊക്കെ തന്നെ പ്രശ്നം. അപ്പോൾ അതിൻ്റെ പേരിൽ റിവ്യൂസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള റിവ്യൂസ് എന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമാണോ അതോ ഫേക്കാണോ ഇവർ പറയുന്നത് വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണോ ഇതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. നമുക്ക് നമ്മുടേതായ തീരുമാനം എടുക്കുക. നമ്മൾ സിനിമ കാണുക, അത് കൊള്ളൂല്ലെങ്കിൽ നമുക്ക് മുഖത്തൊക്കെ പറയാം എനിക്കിഷ്ടമില്ല എന്ന് പറയാം. പക്ഷേ വളരെ മോശമാണ് ഈ സിനിമ എന്ന് ആധികാരികമായിട്ട് പൊതുവായിട്ടുള്ള ജനത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്നുള്ള ധാരണയിൽ പറയാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. കാരണം കാണുന്നവൻ കണ്ടോട്ടെ, ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പണ്ട് ഒരു കൊച്ചു പറഞ്ഞ പോലെ എന്താണ്, ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാവുന്നവർക്ക് ശരിയാവട്ടെ, അത്രേ ഉള്ളൂ. ഈ സിനിമ ഒരു പ്രാവശ്യം റിലീസിംഗ് ഡേറ്റ് തീരുമാനിച്ച് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ചേഞ്ച് ചെയ്യാനുള്ള സാഹചര്യം ചേഞ്ച് ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ സിനിമ സമരം എന്ന് പറഞ്ഞ് ശരിക്കും നമ്മളുടെ റിലീസ് കഴിഞ്ഞ ഫെബ്രുവരി 23-ാം തീയതി സിനിമാ സമരം പ്രഖ്യാപിച്ച സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇത് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് നമുക്ക് എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നൊരു ഞങ്ങളെല്ലാവരും അതിനു വേണ്ടിയിട്ട് പണിയെടുത്തുന്ന ആൾക്കാരില്ലേ. നമ്മളൊരു പുതിയ നായകനെ
ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സിനിമ അങ്ങനെ പ്രശ്നം സിനിമാ സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കിന് ഇപ്പോൾ എല്ലാവരും ഈ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബന്ധു ഒരു ഹർത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടാതിരിക്കുകയാണ് കടയും വീടൊക്കെ അടച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും ബഹളം ഉണ്ടാവും എന്നുള്ള പേടി കൊണ്ടാണ് ഫാമിലി പുറത്തേക്ക് വന്നില്ലെങ്കിൽ ആ സിനിമ തിയേറ്ററുകൾ അടച്ചിരിക്കുന്ന സമയത്ത് വന്നില്ലെങ്കിലോ എന്നുള്ള പേടി കൊണ്ട് നമ്മൾ ഡേറ്റ് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഇത്തരം കണ്ടിന്യൂസ് തിയേറ്ററുകൾ കിട്ടാനായിട്ട്, കാരണം അതിനുശേഷം കണ്ടിന്യൂസ് സിനിമകൾ വലിയ സിനിമകൾ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് വലിയ സിനിമകൾ വന്നു പോയപ്പോൾ അവർ ഡേറ്റ് ചെയ്ത് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റുകൾ നമുക്ക് കിട്ടില്ല ഒരിക്കലും. കാരണം നമുക്ക് അനുവദിച്ച ഒരു സമയം ഉണ്ടായിരുന്നു തിയേറ്ററുകാർ. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ തിയേറ്ററുകാരുടെ സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് ഡേറ്റ് കിട്ടിയുള്ളൂ. അതിപ്പോഴാണ് ദേവികയുടെ ഡെബ്യൂ ഫിലിം തന്നെ സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിലാണ്. ശ്രീനി സാർ എഴുതി സത്യനന്ദിക്കാട് സാർ സംവിധാനം ചെയ്ത് ഫഹദ് നായകനായൊരു ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം വരുന്നത്. ഒരു മലയാളത്തിലൊരു പുതുമുഖ നായകന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവസരം കൂടിയാണ് അത്തരത്തിലൊരു കൂട്ടുകെട്ടിൽ ഇറങ്ങുക എന്ന് പറയുന്നത്. ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം കൊച്ചിയിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ റാഫിക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മലയാളത്തിൻ്റെ ഒരു മേക്കർ തിരക്കഥയിലാണ് വരുന്നത്. ഇവിടെ നാദൃഷിക എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്. അപ്പം എന്തായിരുന്നു വൺസ് അപ്പോൺ എ ടൈം ഉള്ള സിനിമ, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസും അതിലേക്ക് എത്തിയതൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ പ്രകാശൻ ചെയ്യുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അത് എന്തായാലും അത് നായിക അല്ല, നിഖില ചേച്ചിയായിരുന്നു അതിലെ നായിക. അതൊരു അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുതാകുമ്പോഴേ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. പക്ഷെ എങ്ങനെ അവിടെ എത്തുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ത്രൂ കോയിൻസിഡൻസ് ആണ് എത്തിയത്. അതിന് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ചെയ്യാൻ ഒബ്വിയസ്ലി കാരണം റാഫി സാറും നാദിർഷ സാറും ഒക്കെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ക്യാരക്ടറാണ് സ്റ്റോറിയുമാണ്. ജാനകി എന്ന് പറയുന്ന കുട്ടിയുടെ മോട്ടീവ്സ് ആർ വെരി ഇൻട്രസ്റ്റിംഗ്. ആ ഒരു പോയിന്റ് ആയിരുന്നു ഏറ്റവും ക്യാപ്റ്റിവേറ്റിംഗ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു റാഫി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, നാദിർഷ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, അർജുൻ ചേട്ടൻ, മോഹൻ ചേട്ടൻ. അപ്പോൾ സത്യൻ സാറിന്റെ ആകെ ഞാൻ അതിനു മുമ്പ് സത്യൻ സാറിന്റെ സെറ്റിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതാണെങ്കിൽ വീട് പോലെ എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞു കുട്ടീനെ പോലെ തന്നെയായിരുന്നു അവരൊക്കെ നോക്കിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പൊ എനിക്ക് അറിഞ്ഞൂടായിരുന്നു എങ്ങനെയാണ് വേറൊരു സെറ്റ് എങ്ങനെയാ വർക്ക് ചെയ്യുക, ഒന്നും അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ഭയങ്കര സിമിലർ ആണ് ആക്ച്വലി. അതേപോലെ തന്നെ കഥയാണെങ്കിലും സംസാരമാണെങ്കിലും കളിയും ചിരിയൊക്കെ അതെനിക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയിരുന്നു. ആ ഒരു പോയിന്റും ഒരുപാട് ഹെൽപ്പ് ചെയ്തു അത്രയും കംഫർട്ടബിളായി ആക്ട് ചെയ്യാൻ വേണ്ടി. സാറാണെങ്കിലും റാഫി സാറാണെങ്കിലും ഒരുപാട് തമാശയും ചിരി. എനിക്ക് ഈ കഥ കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ കഥ എവിടെയുണ്ടോ അവിടെയാണ് ഞാൻ പോയിരിക്കാതെ. അപ്പോൾ അത് പറയുമ്പോഴാണ് ഇന്നസെന്റ് അങ്കിളിലേക്ക് ഒരുപാട് ഓർമ്മ വരുന്നത്. ഒരുപാട് കഥ പറയായിരുന്നു ഇന്നസെന്റ് അങ്കിളും സെറ്റിലായപ്പോൾ. ആ കഥ കേൾക്കാൻ വേണ്ടി ഞാൻ പോയിരിക്കും. അതേ സെയിം സിറ്റുവേഷനാണ് ഇവിടെയും. നാദർഷ സാർ ഒരുപാട് മുന്നത്തെ കാലത്തെ കഥ പറയും. സാറ് ആക്ട് ചെയ്ത് തുടങ്ങിയ പാട്ടിൻ്റെയും സാറിൻ്റെ ട്രാവൽസിനെ പറ്റി ഒക്കെ പറയും. റാഫി സാർ ആണെങ്കിൽ ഒരുപാട് പണ്ടത്തെ സിനിമയിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുതാകുമ്പോഴേ കാണുന്ന മൂവീസാണ്, പക്ഷെ അതിൻ്റെ ബാക്കിൽ എന്താ നടക്കുന്നതെന്ന് ഇപ്പോൾ ഒന്നിലേക്കും ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് ഉണ്ട്, സ്റ്റോറീസ്, ആൾക്കാർ ഇൻ്റർവ്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ അപ്പത്തെ അതിനെ പറ്റിയൊന്നും അറിയില്ല. പണ്ടൊക്കെ ചെറുതാകുമ്പോൾ മാഗസീൻസിലൊക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ അമ്മയൊക്കെ വായിച്ചിട്ട് പറയുന്ന അല്ലാതെ ഒന്നും അറിയില്ല. ആ കഥ ഇവരുടെ അടുത്തുനിന്ന് ഡയറക്ട്ലി കേൾക്കുമ്പോൾ അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. റാഫി സാർ ആണെങ്കിൽ പഞ്ചാബി ഹൗസിന്റെ ഒക്കെ ബിഹൈൻഡ് ദ സീൻസ് കുറെ കഥകളൊക്കെ പറയും. ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആ ഒരു എക്സ്പീരിയൻസ് തന്നെ. അത്രയും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്, അത്രയും ഹാപ്പിയാണ്. താങ്ക് യു. ആവേശം സിനിമയിലെ ശാന്തപ്പന്റെ കഥാപാത്രമുണ്ടല്ലോ, സോങ് സീനിൽ ചിരിക്കുന്ന സീനുണ്ടല്ലോ, രോമാഞ്ചൻ സിനിമയിലെ താങ്കളുടെ കഥാപാത്രത്തിന്റെ സംബന്ധിച്ച് ചെയ്താണ്. അല്ല ചെയ്തല്ല എന്ന് പറഞ്ഞാണ്. പക്ഷെ അവര് ഇന്റർവ്യൂല് ചോദിച്ചപ്പോ അത് അങ്ങനെ റിസംബിൾ ചെയ്യാൻ വേണ്ടി ചെയ്തല്ല. അവന്റെ ടോട്ടലി ഒരു ഏണിയിടുന്ന ടൈപ്പ് ഓഫ് ഒരു നോട്ടോം പരിപാടിയാണ്. അപ്പൊ റിസംബിൾ ചെയ്യാൻ ചെയ്തല്ല എന്നാണ് അവന് പറഞ്ഞായിരുന്നു. ഇതവന്റെ അല്ല അല്ലേ, അതല്ലേ. ഓക്കെ, നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാൻ